എൻ്റെ അമ്മ വീട്ടിൽ കോഴികളെ വളർത്തി. അത് പുണ്യാളൻ്റെ കോഴിയാണ്. ആ കോഴിക്ക് വീട്ടിൽ എവിടെ വേണമെങ്കിലും കയറാം. കാരണം ആ കോഴിയെ ഞങ്ങൾ പിടിക്കത്തില്ല, കൊല്ലത്തില്ലെന്ന് അവൻ ഉറപ്പാണ്. ഞാൻ ഇന്ന് ഇവിടേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പാമ്പും കോഴിയും കുന്തമൊക്കെ ഉള്ള സ്ഥലമാണ്, സൂക്ഷിച്ചു പോയിട്ട് വരണമെന്ന് പറഞ്ഞു. അടിയിൽ കിടക്കുന്ന പാമ്പ് വേറെ, രൂപം വേറെ. അത് 2 ചാക്കിലായിട്ട് കൊണ്ടുവന്നേക്കാം. അച്ഛൻ വീണ്ടും വിളിച്ചു പറഞ്ഞു, പുണ്യാളിനെ കൊണ്ടുപോയിരിക്കും, ഒരു ശ്രദ്ധ കൂടെയുണ്ട്, പാമ്പ് കൂടെയുണ്ട്, അതും കൂടിയും കൊണ്ടുപോയേക്കണം, അല്ലെങ്കിൽ ഇതിവിടെ അനാഥമായിപ്പോ. ഇത് കേട്ട ആളുകൾ എന്ത് കാര്യത്തിന് പാമ്പിനെ കൊണ്ടുപോയിട്ട് അതവിടെ എവിടെയെങ്കിലും ഇരുന്നോട്ടെ, ഞങ്ങൾക്ക് പുണ്യാളനാണ്. അങ്ങനെ പാമ്പ് വള്ളിയിലും പുണ്യാളൻ വീട്ടിലും. അപ്പോൾ അച്ഛൻ വേറൊരു സത്യം കൂടിയും പറയണം. പ്രിയമുള്ളവരെ, ഈ പുണ്യാളൻ പ്ലാസ്റ്റർ ഓഫ് പാരീസാണ്, പക്ഷേ ഈ പാമ്പ് സ്വർണ്ണമുണ്ടാകും. കുഴപ്പമായി വേഗം വന്നേക്കാം. ചിലർ ആദ്യം വേണ്ടെന്ന് പറഞ്ഞാൽ പുണ്യാളൻ കുറയുന്നുണ്ട് അച്ഛാ വീട്ടിൽ, ഇത് വേണമെങ്കിൽ ഇവിടെ ഇരുന്നോട്ടെ, മറ്റത് തന്നേക്കാം. ഗീവർഗീസ് പുണ്യാളനെ പറ്റി ഓർക്കുമ്പോൾ ആദ്യം വരണത് കോഴിയാണ്. നല്ലൊരു ഭംഗിയുള്ളൊരു കോഴി. അത് വേറെ ഒന്നുമല്ല, എൻ്റെ അമ്മ വീട്ടിൽ കോഴികളെ വളർത്തി. അതിലൊരു കോഴിക്ക് പ്രത്യേകതയുണ്ട്. ആ കോഴിക്ക് മറ്റു കോഴികളേക്കാൾ ഭക്ഷണം കൂടുതൽ കിട്ടും, മറ്റു കോഴികളേക്കാൾ പരിചരണം കൂടുതൽ കിട്ടും. അപ്പം ഞങ്ങൾ ചോദിക്കും, അതുമാത്രം എന്താണ് അത്ര പ്രത്യേകത? അമ്മ പറയും, അത് പുണ്യാളൻ്റെ കോഴിയാണ്. ആ കോഴിക്ക് വീട്ടിൽ എവിടെ വേണമെങ്കിലും കയറാം. കാരണം ആ കോഴിയെ ഞങ്ങൾ പിടിക്കത്തില്ല, കൊല്ലത്തില്ലെന്ന് അവൻ ഉറപ്പാണ്. മറ്റു കോഴികൾ അത് അടുക്കാറില്ല, കാരണം വിരുന്നാർ വരുമ്പോൾ അത് ചട്ടിയിലാവും. ഈ കോഴിക്ക് അങ്ങനെ ഒരു അഹങ്കാരമുണ്ട്. അഹങ്കാരത്തിൻ്റെ ഒരു കോഴിയായിട്ടാണ് ഞങ്ങൾ ഈ പുണ്യാളൻ്റെ കോഴിയെ കണ്ടിരുന്നത്. ഞാൻ ഇന്ന് ഇവിടേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഇടവകയിലുള്ളതാണ്, അച്ഛാ പാമ്പും കോഴിയും കുന്തമൊക്കെ ഉള്ള സ്ഥലമാണ്, സൂക്ഷിച്ചു പോയിട്ട് വരണമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ ആദ്യമായിട്ട് പള്ളിയിൽ വരുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടാവും, 3 കാര്യങ്ങൾ ചോദിച്ചാൽ കിട്ടും അല്ലേ? അങ്ങനെ ഉണ്ടാവും. ഉണ്ട്. ഞാനിത് ആദ്യമായിട്ട് കേൾക്കണത് ഞാനൊരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ വീട് ഗോതിരുത്ത്, പറവൂരപ്പുറത്ത് ഗോതിരുത്ത് എന്ന സ്ഥലം. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു പോലീസുകാരൻ താമസിക്കുന്നുണ്ട്. ആളെ കണ്ടാൽ തന്നെ എനിക്ക് പേടിയാവും. ആളുടെ കണ്ണൊക്കെ ഇങ്ങനെ വളരെ തുറിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു പേടി വരും. ആളുടെ വീട്ടിൽ ഒരു അമ്പഴങ്ങ മരം നിൽപ്പുണ്ട്. സാധാരണ അമ്പഴങ്ങയല്ല, ലാത്തി അമ്പഴങ്ങ എന്ന് ഞങ്ങൾ പറയും. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് കഴമ്പുള്ള അമ്പഴങ്ങ. ഈ അമ്പഴങ്ങ മരത്തിൻ്റെ കൊമ്പ് ഞങ്ങളുടെ പറമ്പിലേക്ക് ചാഞ്ഞു വരുമ്പോൾ ഈ ജോണേട്ടൻ എന്നയാളുടെ പേര്, ആളെ നിർത്തി വെട്ടിക്കും. അപ്പോൾ ഞാനും ചേട്ടനും കൂടിയും പറയും, എന്തൊരു ദുഷ്ടനാണല്ലേ ആ മനുഷ്യൻ. 2 കമ്പ് ഇപ്പുറത്തേക്ക് വീണ് 2 മാങ്ങ അല്ലെങ്കിൽ അമ്പഴങ്ങ ഞങ്ങൾക്ക് കിട്ടിയതിൻ്റെ അസൂയ കാരണം ആ മനുഷ്യൻ അത് ചെയ്യണം. പിന്നീട് കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ചവറ് വീഴാതിരിക്കാൻ വേണ്ടി ഒരു പുണ്യപ്രവൃത്തി ചെയ്തതാണ്. പക്ഷെ ഉള്ളിൽ അന്ന് സങ്കടം. അങ്ങനെ ഈ അമ്പഴങ്ങ വന്ന് താഴെ വീഴുമ്പോൾ ഞങ്ങൾ ഇത് എടുക്കാൻ പോകും. ഞാനും ചേട്ടനും കൂടി വേലിയുടെ സൈഡിലൂടെ അപ്പുറത്ത് ചെല്ലും. വേലിയുടെ തൊട്ടടുത്താണ് നിൽക്കുക. ഇപ്പം അമ്പഴങ്ങ എടുത്ത് പെട്ടെന്ന് ഞങ്ങളുടെ മുമ്പിൽ പോലീസുകാരൻ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങളുടെ സകല ജീവനും പോകും. എന്നാൽ എടുത്ത അമ്പഴങ്ങ ഞങ്ങൾ നിലത്തിടില്ല, ഞങ്ങൾ ഓടിക്കളയും. എന്നിട്ട് ഞങ്ങൾ ഇപ്പുറത്ത് വന്ന് സ്വസ്ഥമായിട്ട് കഴിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മയുടെ ഈ പുതിയ സിദ്ധാന്തം. ഇതാണ്, പള്ളിയിൽ പോയി ആദ്യമായിട്ട് പള്ളിയിൽ ചെല്ലുമ്പോൾ ചോദിച്ച 3 കാര്യങ്ങൾ കിട്ടുമോ? അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്ന് ആദ്യമായിട്ട് പള്ളിയിൽ പോകാനുള്ള സാധ്യത. അപ്പോൾ അമ്മ അതിൻ്റെ കൂടെ വേറൊരു സ്റ്റെപ്പിനെയും കൂടെ വെച്ചു. എടാ, ആദ്യമായിട്ട് പള്ളിയിൽ പോകുന്നത് മാത്രമല്ല, ഇടവക പള്ളിയിൽ തിരുനാൾ നടക്കുമ്പോൾ 3 കാര്യം ചോദിച്ചാൽ കിട്ടും. അപ്പം ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു, അമ്മച്ചി ഇടവക പള്ളിയിൽ 2 തിരുനാൾ, ഞങ്ങൾക്ക് 2 തിരുനാൾ, അത് 2നും കിട്ടും. 2നും കിട്ടും. അപ്പം ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടെ ഡിസംബർ മാസത്തിലെ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിവസം, ഞായറാഴ്ച ദിവസം കുർബാനയ്ക്ക് പോയി. അപ്പം അമ്മയുടെ ഈ ഒരു പ്രത്യേക നിർദ്ദേശം അനുസരിച്ച് ഞാൻ 3 കാര്യമൊന്നും ചോദിച്ചില്ല, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചു. ആ ചോദ്യം ഇങ്ങനെയായിരുന്നു, എൻ്റെ ഈശോയെ, ആ ജോണേട്ടൻ്റെ പറമ്പിൽ നിൽക്കുന്ന അമ്പഴങ്ങ ഒന്നിപ്പുറത്തോട്ടാക്കി തരാം, വേറെ ഒന്നും എനിക്ക് വേണ്ട. പ്രിയമുള്ളവരെ, എനിക്ക് വളരെ ചെറുതാണ് ഞാൻ, എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. നിങ്ങൾ ചിരിക്കുന്നുണ്ട്, എനിക്കത് ഇഷ്ടമാവണില്ല. ഞാൻ വളരെ ഗൗരവത്തിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ വളരെ ഗൗരവത്തിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥന കഴിഞ്ഞ്
ബലിയർപ്പണം കഴിഞ്ഞ് അമ്മയോടൊപ്പം പള്ളിമുറ്റത്ത് മിഠായി വാങ്ങിക്കാനുള്ളൊരു അവസരമുണ്ട്. എനിക്കത് അന്ന് വേണ്ട. കാരണം എന്താ, എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ അമ്മനോട് പറഞ്ഞു, അമ്മേ ഞാൻ വീട്ടിൽ പോകണം. ഞാൻ പറഞ്ഞ നേർച്ചയിട്ടിട്ട് കുറച്ച് മിഠായി വാങ്ങിച്ചു. വേണ്ട, എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ അന്ന് വീട്ടിലേക്ക് ഓടുകയായിരുന്നു എന്ന് മറ്റുള്ളവർ പറയും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ പറക്കരുത്. കാരണം എന്താ, എനിക്ക് മറ്റേ അമ്പഴങ്ങ എൻ്റെ വീട്ടുവളപ്പിൽ വന്ന് നിൽക്കുന്നത് കാണാനുള്ള ആഗ്രഹത്തിൽ ഞാൻ പറന്ന് വീട്ടിൽ ചെന്നപ്പോൾ അമ്പഴങ്ങ മരം ജോണേട്ടൻ്റെ വീട്ടിൽ തന്നെ നിൽക്കും. അപ്പം എനിക്ക് കുഴപ്പമായി. കാരണം എൻ്റെ അമ്മ എന്നെ പറ്റിക്കേണ്ട കാര്യമില്ല. കാരണം നല്ലൊരമ്മയാണ്. ഞാൻ വളരെ ചെറുതാണ്. എന്നെ പറ്റിച്ചിട്ട് അമ്മക്കൊന്നും കിട്ടാൻ. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു, അമ്മനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഭാഗത്തുണ്ട് തെറ്റ്. 3 എണ്ണം ചോദിക്കണ്ടേ? ഞാൻ ഒരെണ്ണമല്ലേ ചോദിച്ചു. അതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ സമാധാനം പറഞ്ഞ്, സെബസ്ത്യാനോസ് ഉണ്ണിയാളുടെ പള്ളിയാണ്. ജനുവരി മാസത്തിന് വേണ്ടി കാത്തിരുന്നു. ജനുവരി മാസം തിരുനാളെത്തി. ഞാനിതുപോലെ തന്നെ ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കാൻ വന്നു. 3 കാര്യം ചോദിച്ചു. ആദ്യം നമ്മുടെ സ്ഥിരം നിയോഗമുണ്ട്, അമ്പഴങ്ങ. പിന്നെ എണ്ണം തികക്കാൻ വേണ്ടി ഒരു മാവും ഒരു പ്ലാവും. അപ്പോൾ എണ്ണത്തിൻ്റെ പേരിൽ കുഴപ്പമുണ്ടാവണ്ടെന്ന് വിചാരിച്ച് ഇത് പ്രാർത്ഥിച്ചു. കുർബാന കഴിഞ്ഞു. ഞാൻ വീട്ടിലേക്ക് ഓടി ആദ്യം നോക്കുന്നത് അമ്പഴങ്ങയാണ്. അതവിടെ തന്നെ നിൽക്കാം. അപ്പം തന്നെ ഉള്ളിൽ സങ്കടമായി. എന്നാലും മറ്റതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് വെച്ചു. മാവും പ്ലാവും നോക്കി 3 അവിടെ തന്നെ നിൽക്കും. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ അമ്മയോട് ദേഷ്യമായി. കാരണം ഒരു നിഷ്കളങ്കനായ കുഞ്ഞിനെ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചിട്ട് എൻ്റെ അമ്മക്ക് എന്ത് കിട്ടാൻ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാനിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ എൻ്റെ ചേട്ടനും ചേട്ടൻ്റെ കൂട്ടുകാരും കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. അവർ എന്നോട് ചോദിച്ചു, എടാ എന്താണ് നീ ഇങ്ങനെ ഓടിപ്പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞു. പ്രിയമുള്ളവരെ, അവരന്ന് തുടങ്ങിയ ചിരി ഇന്ന് നിർത്തിയിട്ടില്ല. ഇപ്പം അച്ഛനായി 10-21 വർഷമായെങ്കിൽ ഇടയ്ക്ക് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അടുത്തുള്ള ഇച്ചിരി പ്രായമുള്ളവരൊക്കെ ചോദിച്ചു, എടാ മറ്റേ അമ്പഴങ്ങ മരം ഇപ്പുറത്തോട്ട് എത്തിയാണ്ട്. പ്രിയമുള്ളവരെ, നാട് മുഴുവൻ പാട്ടായി എന്നല്ലാതെ അതുകൊണ്ട് ഒരു ഗുണം എനിക്കുണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കാം അതങ്ങനെ സംഭവിക്കാതിരുന്നത്? എൻ്റെ നിഷ്കളങ്കമായ പ്രാർത്ഥനയാണ്. വേറൊരു കുഴപ്പമില്ല. എൻ്റെ ഉള്ളിൽ വേറെ തെറ്റിദ്ധാരണകളൊന്നുമില്ല. അമ്മ പറഞ്ഞത് അപ്പാടെ സ്വീകരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. കിട്ടിയില്ല. സെമിനാരി ചേർന്നു. പ്രാർത്ഥനയെ പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ പരിശ്രമിച്ചു. അന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ അന്ന് നടത്തിയത് പ്രാർത്ഥനയല്ല, മറിച്ച് ഒരാർത്തി. എൻ്റെ പ്രാർത്ഥന പലപ്പോഴും ആർത്തിയായി മാറുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കും. ആർത്തിയായി മാറുന്നത് എൻ്റെ പ്രാർത്ഥന നിറവേറ്റപ്പെടുമ്പോൾ അത് വേറൊരാൾക്ക് സങ്കടത്തിന് കാരണമാകുന്നുവെങ്കിൽ അത് ആർത്തിയാണ്, പ്രാർത്ഥനയല്ല. അത് നടക്കത്തില്ല. അവരെൻ്റെ വീട്ടിലെ പലതും കണ്ട് അവൻ്റെ വീട്ടിലെ നന്മകളും അവൻ്റെ സുഖ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കണ്ട് അതുപോലെ ഞാൻ പ്രാർത്ഥിക്കാൻ പരിശ്രമിച്ചാൽ തമ്പുരാൻ അത് നിറവേറ്റി തരത്തില്ലെന്ന്. കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കും ചിലപ്പോഴൊക്കെ, എനിക്ക് അവൻ്റെ അത്രയും പരീക്ഷയിൽ മാർക്ക് കിട്ടണം. തരത്തില്ല, തമ്പുരാൻ തരത്തില്ല. അതിനേക്കാൾ എത്രയോ നല്ല പ്രാർത്ഥനയാണ് 50 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ തമ്പുരാനോട് ചോദിക്കണം, തമ്പുരാനെ എനിക്ക് 50 മാർക്ക് വേണം. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. അവരന് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന തമ്പുരാൻ സ്വീകരിക്കുമെന്ന് ഹൃദയത്തിൽ തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ആ പ്രാർത്ഥനകൾ പ്രാർത്ഥനയല്ല, മറിച്ച് അതൊരു ആർത്തിയാണ്. ആ ആർത്തി എടുത്ത് മാറ്റണം. പിന്നീട് വൈദികനായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ മാറ്റം എനിക്ക് വന്നു. ഇപ്പം എൻ്റെ ഉള്ളിൽ ഈ പള്ളിയിൽ വന്നപ്പോൾ ഏത് പള്ളിയിൽ പോയാലും ഞാൻ 3 കാര്യങ്ങൾ ചോദിക്കും ഇപ്പോഴും. അത് ഭൗതിക കാര്യങ്ങളല്ല, ആത്മീയ കാര്യങ്ങളാണ്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അതിനും മാറ്റം വന്നു. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന 3 കാര്യങ്ങൾ, അത് നിങ്ങളും അത് തന്നെ ചെയ്യണം. 1 കൃപ, 2 കൃപ, 3 കൃപ. അതിപ്പോൾ 100 ആണെങ്കിലും 1000 ആണെങ്കിലും 10,000 ആണെങ്കിലും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ മരണപ്പെട്ടതിൻ്റെ പേരിൽ ഇച്ചിരി കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഒരു തിരുനാൾ ആഘോഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വേണ്ടെന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അതായത് ഇപ്പോൾ വെടിക്കെട്ട് വേണ്ടെന്ന് നോക്കും, ബാൻഡ് ചെണ്ട വേണ്ടെന്ന് നോക്കും. അങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ വേണ്ടെന്ന് വയ്ക്കാം. ഏറ്റവും അവസാനം നിൽക്കുന്നത് എന്തായിരിക്കും?
ആഘോഷത്തിൻ്റെ ഭാഗമായി കുറച്ചും കൂടി കുറക്കാൻ വേണ്ടിയിട്ട് ഊട്ടുസദ്യ വേണ്ടെന്ന് വെക്കും. പിന്നെ കുറച്ചും കൂടി കുറക്കാൻ വേണ്ടിയിട്ട് അലങ്കാരം വേണ്ടെന്ന് വെക്കും. പിന്നെ കുറച്ചും കൂടി ദൈവാലയത്തിനകത്തേക്ക് കയറി ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുമ്പോൾ കൊയറ് അത്രയും വേണ്ടെന്ന് പറയും. പിന്നെ ഒന്നും കൂടി വേണ്ടെന്ന് വെക്കാനായിട്ട് പരിശ്രമിച്ച പ്രസംഗം, അതും വേണ്ട. പിന്നെ വേണമെന്ന് നിർബന്ധത്തോടുകൂടെ പറയുന്ന ഒരേ ഒരു കാര്യം, അത് വിശുദ്ധ ബലിയാണ്. അതുകൊണ്ട് തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വിശുദ്ധ ബലി. അതുകൊണ്ട് ഈ ബലി ആസ്വദിക്കാൻ നമുക്ക് പറ്റും. ഈ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ ബാക്കി വേണ്ടാന്ന് വയ്ക്കുമ്പോൾ കുറച്ച് കാശ് ബാലൻസ് ഉണ്ടാവാനുള്ള സാധ്യതയും. അങ്ങനെ ഈ ജോർജ് അച്ഛൻ വികാരിയച്ഛൻ തീരുമാനിച്ചു, ഏതായാലും ആഘോഷങ്ങളൊക്കെ മാറ്റി വെച്ചതാൽ അതുകൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ ഒരു ഗീവർഗീസിൻ്റെ ചെറിയൊരു രൂപം തരാമെന്ന് വിചാരിക്കും. തരൂല്ല, ഞാൻ എന്നാലും ഒന്ന് വിചാരിക്കാൻ പറയാം. അങ്ങനെ രൂപം പണിയാൻ ഏൽപ്പിച്ചു. രൂപം പണിത് കൊണ്ടുവന്നു. അപ്പോൾ ഈ കലാകാരന് ചെറിയൊരു പെശക് പറ്റി. കാരണം ഉണ്ടാക്കി വന്നപ്പോൾ രണ്ടും രണ്ടായിപ്പോയി. അതായത് അടിയിൽ കിടക്കുന്ന പാമ്പ് വേറെ, രൂപം വേറെ. അത് 2 ചാക്കിലായിട്ട് കൊണ്ടുവന്നേക്കാം. അച്ഛൻ വിചാരിച്ചു എല്ലാം ഇത് പുതിയ മോഡലായതുകൊണ്ട് മറ്റത് തുറന്നു നോക്കാൻ നിന്നില്ല. പുണ്യാളനെ കൊടുത്തു വിട്ടു. അടുത്തത് തുറന്നപ്പോൾ അതിൽ പാമ്പ് മാത്രം, പുണ്യാളനില്ല. അപ്പോൾ ഈ പുണ്യാളനെ മേടിച്ചുകൊണ്ട് പോയവർ അച്ഛൻ വീണ്ടും വിളിച്ചു പറഞ്ഞു, പുണ്യാളനെ കൊണ്ടുപോയവർക്ക് ഒരു ശ്രദ്ധ കൂടെയുണ്ട്, പാമ്പ് കൂടെയുണ്ട്, അതും കൂടിയും കൊണ്ടുപോയേക്കണം, അല്ലെങ്കിൽ ഇതിവിടെ അനാഥമായിപ്പോ. ഇത് കേട്ട ആളുകൾ എന്ത് കാര്യത്തിന് പാമ്പിനെ കൊണ്ടുപോയിട്ട്, അത് അവിടെ എവിടെയെങ്കിലും ഇരുന്നോട്ടെ, ഞങ്ങൾക്ക് പുണ്യാളനെ മതി. അങ്ങനെ പാമ്പ് പള്ളിയിലും പുണ്യാളൻ വീട്ടിലും. അത് കഴിഞ്ഞപ്പോഴാണ് വികാരിയച്ഛൻ വേറൊരു അനൗൺസ്മെൻറ്റും കൂടെ നടത്തുന്നത്. വികാരിയച്ഛൻ കാല് പിടിച്ചു, ചേച്ചി ഈ പാമ്പിനെയും കൊണ്ടുപോകാം, വേണ്ട അച്ഛൻ, ഒരു സ്വസ്ഥതയായിട്ട് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് പുണ്യാളനെ മതി, പുണ്യാളനെ മാത്രം മതി, ഞങ്ങൾക്ക് അത്ര ഇഷ്ടമാണ് പുണ്യാളൻ. അങ്ങനെ അടുത്ത വികാരിച്ചൻ പല രീതിയിലും കൊച്ചച്ഛന്മാരെയൊക്കെ വിട്ട് സിസ്റ്റേഴ്സിനെയൊക്കെ വിട്ട് പറഞ്ഞു നോക്കിയിട്ട് ഒറ്റ എണ്ണം എടുക്കണില്ല. അപ്പോഴാണ് അച്ഛൻ വേറൊരു സത്യം കൂടിയും പറയണം. പ്രിയമുള്ളവരെ, ഈ പുണ്യാളൻ പ്ലാസ്റ്റർ ഓഫ് പാരീസാണ്, പക്ഷേ ഈ പാമ്പ് സ്വർണ്ണം ഉണ്ടാകും. കുഴപ്പമായി, വേഗം വന്നേക്കാം. ചിലർ ആദ്യം വേണ്ടെന്ന് പറഞ്ഞാൽ പുണ്യാളൻ കുറേ ഉണ്ട് അച്ഛാ വീട്ടിൽ, ഇത് വേണമെങ്കിൽ ഇവിടെ ഇരുന്നോട്ടെ, മറ്റത് തന്നേക്കാം. പ്രിയമുള്ളവർ, നമ്മുടെ മനോഭാവത്തിന് മാറ്റം വരൂലേ? 1 കിലോൻ്റെ മൊത്തത്തിലുള്ളൊരു രൂപം, അതിൽ ഏതാണ്ട് ഒരു 700 ഗ്രാം പുണ്യാളം കൊണ്ടുപോയി, ബാക്കി 300 ഗ്രാം സ്വർണ്ണ. അത് പാമ്പിൻ്റെ രൂപത്തിലാണെന്ന് മാത്രം. ഞാൻ തമാശ പറഞ്ഞതല്ല, വളരെ ഗൗരവത്തിലൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മളത് കൊണ്ടുപോകത്തില്ല. നമ്മൾ കൊണ്ടുപോകും. കാരണം എന്താ? നമ്മളുടെയൊക്കെ മനോഭാവങ്ങളിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. നമ്മൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ ജീവിച്ചു പോകുമ്പോഴും ഈ വിശ്വാസം ഈ ഒരു ലോകത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നാണ് എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എന്നും ചിന്തിക്കേണ്ട, സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളൊക്കെ ചിന്തിക്കുന്നത് നമ്മളുടെ ഈ ശരീരത്തിന് ഒരാത്മാവുണ്ടെന്ന്. പക്ഷേ ഞാൻ നേരെ തിരിച്ച് നിങ്ങളോട് ചിന്തിക്കാൻ പറയാം. ശരീരത്തിന് ആത്മാവുണ്ടെന്നല്ല, ആത്മാവിന് തൽക്കാലത്തേക്കൊരു ശരീരമുണ്ട്. അത് ചിലർക്ക് ഒരു 40 വർഷം, ചിലർക്ക് കൂടി വന്ന ഒരു 100 വർഷം. ഈ 100 വർഷത്തേക്ക് മാത്രം ഈ ആത്മാവ് ഈ ശരീരത്തിൽ കുറച്ച് നേരം നിൽക്കുന്നു. അതിനുശേഷം അത് വിട്ടുപോകും. അന്തമില്ലാത്ത, അവസാനമില്ലാത്ത ഒരു ജീവിതമാണ് ഈ ആത്മാവിൻ്റേത് എന്ന ഒരു ചിന്ത. അത് ചിന്തയല്ല, ആ ഒരു സത്യം ഉൾക്കൊള്ളാൻ സാധിച്ചാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഭൗതികതയുടെ പ്രാർത്ഥന നമ്മൾ ഉപേക്ഷിക്കും. പിന്നീട് പിന്നാലെ പോകുന്നത് ഈ കൃപയുടെ പിന്നാലെ. അങ്ങനെ എൻ്റെ ജീവിതവും എൻ്റെ പ്രാർത്ഥനയും കൃപയുടെ പിന്നാലെയാണോ എന്നൊന്ന് പരിശോധിക്കണം. അതാണ് നമ്മുടെ ഈ തിരുനാളിലൂടെ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്.